സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. നമുക്കറിയാം, കൊച്ചി നഗരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധി സംഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ ഓടയിൽ കാൽ കുരുങ്ങിയുള്ള നിരവധി അപകട കേസുകൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പാലാരിവട്ടത്ത് ഇന്ന് രാവിലെ ഉണ്ടായ ദയനീയമായ ഒരു കാഴ്ചയിലേക്കാണിനി. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ ഓടയ്ക്കുള്ളിൽ കുരുങ്ങി. സ്ലാബിനിടയിലാണ് കാൽ കുടുങ്ങിയത്. അശാസ്ത്രീയമായ നിർമ്മാണ രീതിയാണ് അപകടത്തിന് കാരണമായത്. പിന്നീട് ആ യുവതിയെ നാട്ടുകാർ ചേർന്നാണ് കാൽ രക്ഷിച്ചത്. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്നും. പാലാരിവട്ടത്ത് രാവിലെ ഈ സ്ത്രീയുടെ കാൽ ഓടയിൽ കുടുങ്ങിയ സ്ഥലത്ത് നിന്നും ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഏറെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇവരുടെ കാല് ഈ ഓടയിൽ നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ എവിടെയാണ് ഈ സ്ത്രീ ഉള്ളത്? ഇവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ശരിക്കും അത്തരമൊരു അപകടത്തിൽ സംഭവിക്കേണ്ടുന്ന സാരമായ പരിക്കുകളൊന്നും അവർക്ക് സംഭവിച്ചില്ല, ഭാഗ്യവശാൽ അങ്ങനെ വേണം പറയാൻ. കാരണം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നാട്ടുകാർ എത്തിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൊച്ചി മെട്രോയുടെ ഒരു ഫേസ് പ്രിപ്പറേഷൻ ബോക്സിന്റെ ബോർഡ് കൊണ്ടുവന്ന് വെച്ച് അത് ഒന്ന് മൂടിയിട്ടുണ്ട്. ശരിക്കും ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെയാണ് ഈ അപകടമുണ്ടായ സ്ലാബ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഈ അപകടത്തിന് ശേഷം കൊച്ചി മെട്രോ അധികൃതരുടെ നേതൃത്വത്തിൽ മാറ്റിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ നമ്മളിപ്പോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോ തൊട്ടപ്പുറത്തായിട്ടുള്ള, അതായത് അവിടുന്ന് പൊടിഞ്ഞു കിടക്കുന്ന സ്ലാബ് കാണാം. ഇത് അങ്ങേയറ്റം കാലഹരണപ്പെട്ട കോൺക്രീറ്റ് സ്ലാബുകളാണ്. ഇതൊക്കെ ഒരു പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചവിട്ടിയാൽ പോലും താഴേക്ക് പോകുന്ന തരത്തിലേക്ക് അത്രയും ബലഹീനമായിട്ടുള്ള സ്ലാബുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇളക്കി മാറ്റി ഇപ്പോൾ ഈ വശത്തേക്ക് ഇട്ടിട്ടാണ് ഈ ഒരു ഇപ്പൊ തന്നെ ഉള്ള ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ കൊച്ചി മെട്രോ ചെയ്ത. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് കാണാം, ആ ഓടയിൽ നിന്നുള്ള വേസ്റ്റ് ഇപ്പോ, അതായത് ഇന്ന് രാവിലെ ചെയ്തതാണ്, ആ ഓടയിൽ നിന്നുള്ള വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കൊച്ചിയിലെ കഠിനമായ വെള്ളക്കെട്ടും മാലിന്യ കൂമ്പാരങ്ങളും എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനൊക്കെയും നീക്കുപോക്കുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ഈ ഒരു വഴിത്താരയിൽ അങ്ങോട്ട്, അതായത് ഇത് ഈ കാൽനട യാത്രക്കാർക്കുള്ള വഴിയാണ്. ഈ ഒരു വഴിത്താരയിൽ അങ്ങോട്ട് നമുക്ക് ഈ പലയിടങ്ങളിലായി ഇത്തരത്തിൽ സ്ലാബ് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഇതൊക്കെയും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ലാബ്, അല്ല, ഈ നിരത്തിയിട്ടിരിക്കുന്ന ഈ സ്ലാബ് ഒക്കെയും കാലഹരണപ്പെട്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് വന്ന നേരെ ഒരാൾ നടന്നു വരുന്നത് ഈ കുഴിയിലേക്കാണ്. ഇത്തരത്തിൽ ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് ഇവിടെ ഈ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് നേരെ വരികയാണെങ്കിൽ, നേരെ ഇത് പ്രത്യേകിച്ചും പരിചയമില്ലാത്ത ഒരാളാണ് ഈ വഴിയിലൂടെ വരുന്നതെങ്കിൽ നേരെ ഇതിലേക്ക് വന്ന് കാൽ വഴുതി വീഴുകയോ, മഴക്കാലമാണെങ്കിൽ അതല്ലെങ്കിൽ ഇതിലേക്ക് ഇവിടെ അല്ലെങ്കിൽ ഇതൊരു കുഴിയുണ്ടെന്നോ അങ്ങനത്തെ ഒരു കോഷൻ ബോർഡോ ഒന്നും വെച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കിപ്പോ ഈ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത്. ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് പാലാരിവട്ടം ബൈപ്പാസിനടുത്തുള്ള, അതായത് പാലാരിവട്ടത്തേക്കുള്ള റോഡാണ്. ബൈപ്പാസിൽ നിന്നും ഈ ഒരു വഴിയിൽ ഉടനീളം ഒരു 4-5 നമ്മൾ നേരത്തെ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതാണ്. 4-5 തന്നെ ഇതേ സാഹചര്യമാണുള്ളത്. ഇപ്പോ ഹോട്ടലിന്റെ മുന്നിലായാലും അതല്ലെങ്കിൽ ഈ പറയുന്ന വഴിത്താരയിലായാലും ഒക്കെയുള്ള സാഹചര്യം ഇത് തന്നെയാണ്. മാത്രമല്ല, അങ്ങേയറ്റം അസഹനീയമായ രീതിയിൽ വേസ്റ്റ് മാലിന്യ കൂമ്പാരവുമുണ്ട്. ഇതൊന്നും
വൃത്തിയായ രീതിയിൽ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത് അധികൃതരുടെ അനാസ്ഥ തന്നെയാണ്. അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചിയിലെ ഈ പാലാരിവട്ടത്തെ മാത്രം അവസ്ഥയല്ല ഇത്. ഈ നഗരമേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പലയിടത്തും ഓടകൾ ഇതുപോലെ തകർന്നു കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആജ്ഞ ഈ മഴക്കാലമായിട്ട്, കാരണം ഇനി മഴക്കാലം വരുന്നു, ഈ നഗരമേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാകും, ഈ ആളുകളുടെ കാൽനട യാത്രക്കാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്, വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടും നഗരസഭ നടപടി സ്വീകരിക്കാത്തത്? അത് കഴിഞ്ഞ ഈ സംഭവം നടന്ന ശേഷം ഞാൻ കൗൺസിലറെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു, ഇനി 1.5 മാസമെങ്കിലും എടുക്കുമല്ലോ ഇതൊക്കെ നടത്തി തീർക്കാൻ എന്നുള്ളത്. പക്ഷെ അതിനു മുൻപും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ 1.5 മാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ മൺസൂൺ കലണ്ടർ പ്രകാരം നമുക്ക് ഏത് കാലത്ത് മഴ പെയ്യും, ഏത് കാലത്ത് വേനൽ മഴ പെയ്യും എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായി ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ ഒരു കാലാവസ്ഥാ വ്യതിയാനം വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ തന്നെ മൺസൂണിൽ ചേഞ്ചസ് ഉണ്ടായി എങ്കിൽ പോലും കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഏതാണ്ട് ഇതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് മഴ പെയ്യുന്നതും വേനൽ മഴ പെയ്യുന്നതും വേനൽക്കാലം വരുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണം എത്തരത്തിൽ നടപ്പിലാക്കാമെന്നുള്ള ഒരു പ്ലാനിംഗ് ഈ പറയുന്ന നഗരസഭകൾക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ ഉണ്ടാകേണ്ടതാണ്. അത് നടപ്പിലാക്കി കണ്ടില്ല. മാത്രമല്ല നമുക്ക് ഈ മഴക്കാലം, അതായത് വേനൽ മഴ തുടങ്ങുന്ന 2 ആഴ്ച മുൻപെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മളെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞതും. പക്ഷേ നമുക്കറിയാം ഒരു ചെറിയ മഴ വന്നപ്പോൾ തന്നെ ആദ്യം പിന്നീടാണ് അതൊക്കെ മന്ത്രിയുടെ വാക്കൊക്കെ വെറും പാഴ്വാക്കാണ് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് ആദ്യം ഈ വാർത്ത, ന്യൂസ് 18 ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, ഈ സ്ത്രീയുടെ കാൽ ഓടയിൽ കുരുങ്ങിയ വാർത്ത. ഇതിനുശേഷം ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. തകർന്നു കിടക്കുന്ന സ്ലാബുകൾ തിങ്കളാഴ്ചയോടെ നന്നാക്കുമെന്ന് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ജോജി കുര്യക്കോട് പറഞ്ഞു. കൊച്ചി മെട്രോയുടെ നേതൃത്വത്തിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ മെട്രോക്കാര് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച ഞാനിപ്പോ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് വർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ പ്രശ്നങ്ങളുടെ ഭാഗം മുഴുവൻ പരിഹരിക്കപ്പെടും എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. കേട്ടാ, ആജ്ഞയിലേക്ക് വീണ്ടും. ആജ്ഞ, ഇപ്പോൾ ഈ കൗൺസിലർ പറയുന്നു ഈ ഓട നന്നാക്കും, ഉടൻ തന്നെ നടപടി സ്വീകരിക്കും. ഈ നഗരസഭ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണമോ നടപടിയോ ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ മാത്രം പോരല്ലോ, നന്നാക്കിയാൽ പോരല്ലോ. ഇതുപോലെ പൊളിഞ്ഞു കിടക്കുന്ന ഓടകളെല്ലാം നന്നാക്കുന്ന കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അത്തരത്തിലാണ് ടോം മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ആദ്യം ഇവിടെ എത്തിയപ്പോൾ കൗൺസിലറെ വിളിച്ചപ്പോൾ അത് മുഴുവൻ കൊച്ചി മെട്രോയുടെ മിസ്റ്റേക്ക് കാരണമാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം കൈയൊഴിയാനാണ് ശ്രമിച്ചത്. പക്ഷെ അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ഈ ഭാഗം മെട്രോയുടെ ഇതിലല്ലല്ലോ വരുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷന്റെ പരിധിയിലല്ലേ, അല്ലെങ്കിൽ കൗൺസിലർ നിങ്ങളുടെ വാർഡിന്റെ ഭാഗത്തുള്ള ഓടകളല്ലേ എന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോഴാണ്, കൃത്യമായി ഓരോ സ്പോട്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം അത് അങ്ങനെ ശുചീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹരിതകർമ്മസേന അത്തരത്തിൽ മാലിന്യം നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അത്തരത്തിലുള്ള മറുപടികളൊക്കെ. അതായത് മാക്സിമം അത് മറ്റൊരു അതോറിറ്റിയുടെ തലയിലേക്ക് വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്, പെട്ടെന്ന് കൗൺസിലറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷെ ഇത് ഇപ്പോഴും എന്തൊക്കെ തന്നെ പറഞ്ഞാലും അധികൃതർ ഓരോ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഓരോ വീഴ്ചകൾ മറ്റൊരു അതോറിറ്റിയുടെ തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന്റെ എല്ലാം കോൺസിക്വൻസ് അനുഭവിക്കുന്നത് കൊച്ചിയിലെ ജനങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ പറയുന്നത് പോലെ കാൽനട യാത്രക്കാർക്കാണ് ഇതിന്റെ ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും മഴക്കാലമായി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ഇപ്പോ കുറച്ചൊക്കെ ഓട ഏതാണ് അല്ലെങ്കിൽ റോഡ് ഏതാണ് എന്ന് വ്യക്തമായിട്ട് അറിയാമെന്ന് കരുതാം. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം മൂടിക്കഴിഞ്ഞാൽ ഈ കുഴികളുണ്ടോ, ഓടയിലേക്കുള്ള വലിയ കുഴിയാണോ, ഈ കുഴിയിലേക്ക് ഇത്തരത്തിൽ നമുക്കിവിടെ കാണാമല്ലോ, ഇത്രയും ഇടിഞ്ഞ് നാശമായി കിടക്കുന്ന ഈ ഒരു കോൺക്രീറ്റിലേക്ക് ചവിട്ടി ഒരാൾ താഴേക്ക് പോയാൽ തന്നെ അയാൾക്കുണ്ടാകുന്ന അത് മരണം വരെ സംഭവിക്കുന്ന വീഴ്ചയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ വീണ സ്ത്രീക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട്
ഇതൊരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി തള്ളിക്കളയാനും പറ്റില്ല. അത്തരത്തിലാണ് ആദ്യം നമ്മളോട് കൗൺസിലർ പ്രതികരിച്ചത്. പക്ഷെ പിന്നീട് നമ്മൾ ചോദിച്ച ശേഷമാണ് അദ്ദേഹം ഇതിനകത്ത് കൊച്ചി മെട്രോയോട് സംസാരിക്കുകയും അവര് ഇന്ന ദിവസം തിങ്കളാഴ്ച രാവിലെ ഇവിടെ എത്തി ബാക്കിയുള്ള അതായത് ഓട ക്രമീകരണങ്ങളൊക്കെ നടത്താം. ഓട ഈ പറഞ്ഞതുപോലെ പൊടിഞ്ഞിട്ടുള്ളതും കാലഹരണപ്പെട്ടുള്ളതുമായിട്ടുള്ള സ്ലാബുകളൊക്കെ മാറ്റിയാനുള്ള ക്രമീകരണം നടത്തും എന്ന് പറഞ്ഞത്. പക്ഷെ ഈ ഭാഗത്ത് മെട്രോയുടെ ഒരു വഴിയെന്ന് പറയുന്നത് ഈ ഭാഗത്തേ ഉള്ളൂ. ഇത് മെട്രോയുടെ പണി നടക്കുന്നത് മെട്രോ ഇപ്പം റെയിലുമായി കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് നമ്മൾ മഴക്കാലമായപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വേനൽ മഴ പെയ്തപ്പോഴുണ്ടായിരുന്ന വെള്ളക്കെട്ട് വന്നപ്പോൾ അത്രയും വലിയ വാട്ടർ ലോഗിംഗ് വന്ന സമയത്തും നമ്മൾ അതിന്റെ കോൺസിക്വൻസ് കണ്ടതാണ്. പക്ഷേ അതിന് ഇത്തരം പരിഹാരങ്ങൾ അതിന് ഈ കിടക്കുന്ന മാലിന്യ കൂമ്പാരം തന്നെ ഉദാഹരണമാണ്. ഒരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്ന് വ്യക്തമാണ്. കാരണം ഈ ഒരു സ്ലാബ് നീക്കിയപ്പോൾ ഇവിടുന്ന് ഇന്ന് രാവിലെ നീക്കിയിട്ട ആ ഓടയിൽ നിന്നും കോരിയിട്ട മാലിന്യമാണ് ഈ കാണുന്നത്. പ്ലാസ്റ്റിക് ഉണ്ട്, അതല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളെല്ലാം ഉണ്ട്. ആ ഒരു സാഹചര്യം തന്നെയാണ്. ഇത് അങ്ങോളം ഇങ്ങോളം ശുചീകരിക്കേണ്ട ഉത്തരവാദിത്വം അത് തന്നെയാണ് ആജ്ഞ സൂചിപ്പിച്ചതുപോലെ മഴക്കാല പൂർവ്വ പ്രവൃത്തികൾ ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞ് ഒരാഴ്ച പൂർത്തിയാകും മുൻപാണ് കൊച്ചി പാലാരിവട്ടത്ത് ഇത്തരമൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് പാലാരിവട്ടത്ത് കൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീയുടെ കാൽ ഓടയിൽ കുരുങ്ങിയത്. ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക്, പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും യാത്രാ സൗകര്യമൊരുക്കേണ്ടതും ഇവിടുത്തെ അധികൃതരാണ്, ഭരണകൂടമാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ, വീഴ്ചകൾ പ്രതിഷേധാർഹം തന്നെയാണ്. ശക്തമായ നടപടി ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഭരണകൂടം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സ്പോട്ട് ലൈവിൽ